ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ എൻലൈനിനെ പറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ TVC ഷൂട്ടിനിടയിൽ ഇത് കംപ്ലീറ്റ്ലി ലീക്കായി വന്നിട്ടുണ്ട്. ഇത് ക്യാമോഫ്ലാഷും സാധനങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് ഇപ്പോൾ ലീക്കായി വന്നിരിക്കുന്നത്. ഈ വണ്ടി വരുന്നതിനെ പറ്റിയുള്ള റൂമേഴ്സ് നമ്മുടെ പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് തന്നെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഡിസൈനിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഡിസൈൻ തന്നെ നോക്കാം. കാരണം മെയിനായിട്ട് എൻലൈൻ എന്ന് പറയുമ്പം അതിൽ ഡിസൈനൊക്കെയാണല്ലോ വ്യത്യാസം വരുന്നത്. വേറെ കുറച്ച് മൈനറായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും, അത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ആദ്യം തന്നെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെ കോസ്മെറ്റിക് സൈഡ്സിൽ ഈ വാഹനത്തെ നമ്മൾ നോർമൽ ക്രെറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ വരുത്തിയിട്ടുണ്ട് എന്ന് പറയും. ആദ്യം തന്നെ മൊത്തത്തിലുള്ള ഫ്രണ്ട് ഡിസൈനിൽ വരെ അത്യാവശ്യം നല്ല രീതിയിൽ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ ആ ബമ്പറിൻ്റെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന സ്കിഡ് പ്ലേറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ താഴത്തെ വന്നിരിക്കുന്ന ഒരു ലിപ്പ് പോലത്തെ സാധനമാണെങ്കിലും അതുപോലെ റെഡ് ലൈനിങ് ഇതിനകത്ത് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻലൈൻ്റെ ബാഡ്ജിങ് നമുക്ക് ഗ്രില്ലിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൻ്റെ തൊട്ടടിക്ക് തന്നെ കാണാൻ സാധിക്കും. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്, അതായത് ഹെഡ്ലൈറ്റ്സ് ഒക്കെ സെയിം ആണ്, DRLs മുകളിലാണ്. ആൻഡ് നമുക്ക് അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഇതിൻ്റെ മെയിൻ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് കണക്റ്റഡ് DRLs തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് വരുന്നത്. മെയിനായിട്ട് വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കാണ് ഈ വാഹനത്തിലേക്ക് ഉണ്ടായി കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഈവൻ ഇതിൻ്റെ ഗ്രില്ലൊക്കെ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ നോർമൽ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. കാരണം അതിൻ്റെ അകത്ത് DRLസിൻ്റെ ആ ഒരു പോർഷൻ വരെ ഗ്രില്ല് ഉണ്ടായിരുന്നു. ഇത് പക്ഷേ അത്രയില്ല, കുറച്ച് ചെറിയൊരു ഗ്രില്ലാണ് ഇതിൻ്റെ നടുവിലത്തെ പോർഷനിൽ വരുന്നത്. ആൻഡ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം വ്യത്യാസങ്ങൾ കാണാനുണ്ട്. ആദ്യം തന്നെ ഡിഫറൻസ് പറയാൻ പറ്റുന്ന സൈഡിൽ ഫ്രണ്ടിലായിട്ട് എൻലൈൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴത്തായിട്ട് ഒരു റെഡ് സ്ട്രിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്, സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാനായിട്ട്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്, അതായത് നമുക്ക് വീൽ ആർച്ച്, ക്ലാഡിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് മെയിനായിട്ടുള്ള വേറൊരു വ്യത്യാസം വരുന്നത് ഇതിൻ്റെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. എനിക്ക് നോർമൽ ക്രെറ്റയിൽ വരുന്ന അലോയ് വീൽസ് വളരെ ബേസിക് എന്നല്ല, എന്നാലും ഒരു ഓക്കെ ടൈപ്പ് ഡിസൈൻ പോലെയാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ നല്ലതാണ്. അതായത് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു എടുപ്പ് തോന്നുന്ന ടൈപ്പിലുള്ള ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഡിസൈൻ നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് ഈ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും അതുപോലെ തന്നെ റൂഫ് റെയിൽസും ഒക്കെ അവൈലബിൾ ആണ്. ബാക്കി ബോഡി പ്രപ്പോർഷൻസിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഈവൻ അലോയ്സ് ആണെങ്കിൽ തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് 18 ഇഞ്ച് പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അവർ 18 കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് സെൽട്ടോസ് എക്സ് ലൈനിൽ 18 ഇഞ്ച് അലോയ് വീൽസ് അവൈലബിൾ ആണ്. GT ലൈൻ വരെ അവർ 17 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ കിയ. അപ്പോൾ പിന്നെ ഹ്യുണ്ടായി ഇതിൻ്റെ അകത്ത് 18 ഇഞ്ച് കൊടുത്താലും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു അപ്ഗ്രേഡേഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനമാകുമ്പോൾ വണ്ടിയുടെ ലുക്കും അതുപോലെ റോഡ് പ്രസൻസും 18 ഇഞ്ച് വീൽസിൽ ഇമ്പ്രൂവ് ആവും. റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെ ഹ്യുണ്ടായി ഇവിടെ വരുത്തിയിട്ടുണ്ട് എന്ന് പറയും. ആദ്യത്തെ കാര്യം ഇതിൻ്റെ ബമ്പർ വ്യത്യാസമുണ്ട്. ബാക്കിലത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു റെഡ് ലൈനിങ് ത്രൂ ഔട്ട് റൺ ചെയ്യുന്നതായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈവൻ റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റിലും അതുപോലെ നമുക്ക് താഴത്ത് വരുന്ന ഒരു ബ്ലാക്ക് എലമെൻറ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, നമുക്ക് നോർമൽ ക്രെറ്റയിൽ വരുന്ന പോലെ തന്നെയാണ്. ഫുള്ളി LED ടെയിൽ ലാംപ്സ് ആണ്, കണക്റ്റഡ് ആണ്. ആൻഡ് മൊത്തത്തിലൊരു ഗ്ലോസി ബ്ലാക്ക് തീമിൻ്റെ അകത്താണ് അത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടോപ്പ് പോർഷനിലേക്ക് വരുമ്പം അവിടെ ഒരു വലിയ വ്യത്യാസം കാണാൻ സാധിക്കും. അത് പുതിയ സ്പോയിലറാണ്. നമുക്ക് നോർമൽ ക്രെറ്റയിൽ ഇത്രയും വലിയ സ്പോയിലറൊന്നുമില്ല. പക്ഷേ എന്നാൽ ഈ വണ്ടിയിലേക്ക് വരുമ്പം അത്യാവശ്യം എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സ്പോയിലർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാം താഴത്തായിട്ട് അത്യാവശ്യം എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഡിഫ്യൂസർ ട്രീറ്റ്മെൻറ്റും അതുപോലെ ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ഫംഗ്ഷണലാണ്, ചുമ്മാ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല. ഈവൻ നമ്മൾ i20 എൻലൈനിലും വെന്യൂ എൻലൈനിലും ഒക്കെ കണ്ടു ഫംഗ്ഷണൽ എക്സോസ്റ്റ് പൈപ്പ്സ് തന്നെയാണ് ഹ്യുണ്ടായി ഇപ്പോൾ അവരുടെ എൻലൈൻ മോഡൽസിൽ കൊടുക്കാറുള്ളത്. അതകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര വലിയ സൗണ്ടൊന്നും കേൾക്കില്ലെങ്കിലും വണ്ടി പുറത്തുനിന്ന് ഇട്ടൊന്ന് പൊട്ടിക്കുകയാണെങ്കിൽ അത്യാവശ്യം സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് എക്സോസ്റ്റ് പൈപ്പുകളാണ് വരുന്നത് എന്ന് പറയാം. എന്തായാലും നമ്മൾ മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ്. കാരണം ഇപ്പം ഇങ്ങനെ സ്പോർട്ടി എക്സോസ്റ്റ് വെച്ചിട്ടുള്ള വണ്ടികളൊന്നും നമുക്കൊരു 30 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വണ്ടികളൊന്നും കിട്ടുന്നില്ല. ഈവൻ അതിൻ്റെ കുറച്ച് മുകളിലേക്ക് പോയാലും കിട്ടുമെന്നില്ല, ഒരുപാട് മുകളിലേക്ക് പോയാലും. അതായത് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഈവൻ നമ്മുടെ MG A45S അല്ലെങ്കിൽ M340 അങ്ങനത്തെ കുറച്ച് വണ്ടികളൊക്കെ ആണെങ്കിലൊക്കെ തന്നെ കിട്ടുള്ളൂ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡ് ലേഔട്ടിലും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ കണ്ടതുപോലെ റെഡ് സ്ട്രിപ്പുകളൊക്കെ ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിലെ പോർഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എൻഡിൽ AC ഇവൻസിൻ്റെ അകത്ത് റെഡ് സ്ട്രിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റത്തിന് താഴത്തായിട്ട് റെഡ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ത്രൂ ഔട്ട് റെഡ് എലമെൻറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ സ്പോർട്ടി ക്യാരക്ടർ കൂട്ടുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീറ്റ്സിലാണെങ്കിലും നമുക്ക് റെഡ് ഫിനിഷ് കാണാൻ പറ്റും. പിന്നെ നോർമൽ ക്രെറ്റയിൽ ബേജ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് പറയും നമ്മുടെ ഡാഷ്ബോർഡിലും സീറ്റ്സിലൊക്കെ. പക്ഷേ എന്നാൽ ഈ വണ്ടിയിൽ അങ്ങനെയല്ല, ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഡാഷ്ബോർഡ് ആയാലും സീറ്റ് ആയാലും എല്ലാം നമുക്ക് ഫുൾ ബ്ലാക്കിൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ എൻലൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ i20 എൻലൈനിലും അതുപോലെ തന്നെ വെന്യൂ എൻലൈനിലും ഒക്കെ കണ്ടതാണ്. ഈവൻ ഹ്യുണ്ടായുടെ ഗ്ലോബൽ സ്പെക് എൻലൈൻ വണ്ടികളും ഏകദേശം ഈ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് അതിൻ്റെ ഗ്രിപ്പ്, അതായത് സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രിപ്പും ആ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്പെസിഫിക് എൻലൈൻ മോഡൽ നല്ലതാണ്. ഫ്ലാറ്റ് ബോട്ടം അല്ല, അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം.
പിന്നെ പൊതുവേ നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ എൻലൈൻ വണ്ടികളുടെയൊക്കെ സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒക്കെ നമ്മൾ നോർമൽ മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സ്റ്റിയറിംഗിൻ്റെ ഒരു ഹൈ സ്പീഡിലുള്ള വെയിറ്റും അതുപോലെ മൊത്തത്തിലുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിരിക്കും. നോർമൽ ഇപ്പം ക്രെറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു സ്പോർട്ടി വാഹനമൊന്നുമല്ല. പക്ഷേ അഗൈൻ ഈ വണ്ടിയുടെ കാര്യത്തിൽ അവർ അത് കുറച്ച് മാറ്റി പിടിക്കും. അതായത് സസ്പെൻഷൻ ആണെങ്കിലും കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഡാമ്പേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അതായത് സ്റ്റിഫ് ആയിട്ടുള്ള ഡാമ്പേഴ്സ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ബേസിക്കലി ഇതൊരു അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണ്. ആൻഡ് ഇവിടെ ഒരു സ്പോർട്ടി SUV വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടികൾ ഒന്നെങ്കിൽ ടൈഗൺ അല്ലെങ്കിൽ കുഷാക്ക് ഒക്കെയാണ്. പിന്നെ വേണമെങ്കിൽ എലിവേറ്റ് എടുക്കാം. അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ നല്ലതാണ്. പക്ഷേ അഗൈൻ പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ ആ വാഹനത്തിലില്ല. എഞ്ചിനുണ്ട്, അത് പക്ഷേ പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ 1.5 NA പെട്രോളാണ്. ഇക്കാലത്ത് കിട്ടുന്ന 1.5 ടർബോ ഗാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് ടർബോ പെട്രോൾ എഞ്ചിൻസ് വെച്ച് നോക്കുമ്പം അതിൻ്റെ പവറൊന്നും എന്തായാലും ഒരു 1.5 NAക്ക് കിട്ടില്ല. പിന്നെ ഇത് എൻലൈൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ എൻലൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പെസിഫിക്കലി ഇവരുടെ എൻലൈൻ വണ്ടികളിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. i20 എൻലൈനിൽ ആദ്യം വന്നു, അത് കഴിഞ്ഞ് പിന്നെ വെന്യൂ എൻലൈൻ വന്നപ്പം അതിൻ്റെ അകത്ത് വന്നു. ഈ കളറും ഇതിൻ്റെ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന ഇൻസേർട്സ് ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു കളർ ഇഷ്ടമാണ്. പിന്നെ ഇതിന് പുറമെ അവരൊരു ഗ്രേ ഫിനിഷും കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് മാറ്റ് കളറായിട്ടാണ് തോന്നിയത്. പക്ഷേ അത് ഈ സ്പെസിഫിക് ഇമേജസിൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും ഇതുപോലത്തെ കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് പുതിയ വെന്യൂ എൻലൈനിൽ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഇതും വെന്യൂവിലൊക്കെ എൻലൈൻ മോഡൽ കാണാൻ അത്യാവശ്യം രസമുള്ളൊരു കളറുമായിരുന്നു. മൊത്തത്തിൽ ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളേഴ്സൊക്കെ നമുക്ക് നോർമൽ വണ്ടിയിൽ കിട്ടാത്ത ടൈപ്പിലുള്ള കളേഴ്സ് തന്നെയാണ്. നിങ്ങൾ എൻലൈൻ എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കളർ ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുകയുള്ളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കാര്യം നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻസ് ഇല്ല, ഒരു എഞ്ചിൻ ഉണ്ടാവുള്ളൂ. അത് 1.5 ടർബോ GDA പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. നമുക്കറിയാം ഈ അടുത്ത ക്രെറ്റ ഫേസ് ലിഫ്റ്റിൽ വന്നതാണ്. 160 PS അതുപോലെ 253 Nm ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 0 to 100 ഓൾമോസ്റ്റ് 8.89 സെക്കൻഡ്സിനടുത്ത് ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രെറ്റയിൽ നമുക്ക് 7 സ്പീഡ് DCT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നോർമൽ ക്രെറ്റയിൽ, ഈ വണ്ടിയിൽ അവരിനിപ്പോൾ മാനുവൽ കൊടുക്കുമെന്നറിയില്ല, അത് കൊടുക്കുമായിരുന്നു നല്ലതായിരുന്നു. കാരണം സെൽട്ടോസിൽ അവർ IMTയും 7 സ്പീഡ് DCT ആണ് കൊടുക്കുന്നത്. ആകെ ഹ്യുണ്ടായി മാത്രമാണ് ഈ എഞ്ചിനിൽ മാനുവലിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് വെർണയിലാണ്, ക്രെറ്റയിൽ അവർ കൊടുത്തില്ല. വേണമെങ്കിൽ കൊടുക്കായിരുന്നു. ഇനി എൻലൈനിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് മാറ്റി വെച്ചതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അതാണ് എനിക്ക് തോന്നിയത്. 7 സ്പീഡ് DCT ആകുമ്പം ഷിഫ്റ്റൊക്കെ അത്യാവശ്യം ഫാസ്റ്റ് ആണെങ്കിലും അത് ലോഞ്ച് ആവില്ല. അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു 0 to 100 ടൈമിംഗ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാനുവൽ ആകുമ്പോൾ അത് പറ്റും. ഇനി ഒരു ബോണസ് സാധനം കൂടെ പറഞ്ഞുതരാം. അത് ഇതിൻ്റെ ക്രെറ്റ ഇലക്ട്രിക് ആണ്. ഇതിലെനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ മാത്രമുള്ള കണ്ടന്റ് ഒന്നുമില്ല. കാരണം ആകെ 2 സ്പൈ ഷോട്ട്സേ ഉള്ളൂ. ആൻഡ് ഓട്ടോ കാർ ഇന്ത്യയാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഒരു 45 kWh ബാറ്ററി പാക്ക് ആയിരിക്കും വരാൻ പോകുന്നത്. അത് കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ സെഗ്മെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ അബവ് 4 മീറ്റർ കാറ്റഗറിയിലാണ് നമ്മുടെ മഹീന്ദ്രയുടെ XUV 400 വരുന്നത്. അതിൻ്റെ അകത്ത് 39.8 kWh ബാറ്ററി പാക്ക് എന്താണ് ഇരിക്കുന്നത്. അതായത് 40 kWhന് താഴെയാണ്. ഈവൻ നെക്സോണിൻ്റെ EV ലോങ് റേഞ്ച് മോഡലാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്തും 40.5 kWh ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി വലിയ ബാറ്ററി പാക്കാണ് എന്ന് പറയാം. അതുകൊണ്ട് റിയൽ ലൈഫ് റേഞ്ച് ഏകദേശം ഒരു 300-നടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം വണ്ടിയുടെ സൈസ് അത്യാവശ്യം ഉണ്ടല്ലോ. പിന്നെ ഇത്രയും ഫീച്ചേഴ്സൊക്കെ തന്നെ അവർ ഇതിനകത്ത് കൊടുക്കുകയും ചെയ്യും. ക്രെറ്റ EV ഒരു വർഷത്തിനുള്ളിൽ തന്നെ വരും എന്നാണ് പറയുന്നത്. എൻലൈൻ എന്തായാലും അധികം വൈകില്ല. മാക്സിമം 1-2 മാസം അതിനുള്ളിൽ ആ വണ്ടി ലോഞ്ച് ആവും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്രെറ്റയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.